ഞാൻ അനുരാജ് കഴിഞ്ഞ 15 വർഷമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്. പ്ലസ് ടുവിന് സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നത് വലിയ ചോദ്യമാണല്ലേ. കാര്യം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ടോട്ടൽ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത് സയൻസ് സബ്ജക്റ്റിന് തന്നെയായിരിക്കും, എസ്പെഷ്യലി ബയോളജി സയൻസ് വരുന്ന സബ്ജക്റ്റിന്. ഓക്കെ, സോ സയൻസ് നോക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് മേജർലി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സ്ട്രീം വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുകൂടാണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് സ്ട്രീം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ ബയോളജിയുടെ സ്ഥാനത്ത് ഇലക്ട്രോണിക്സ് വരുന്നവരുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് മേജർലി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഓക്കെ, അതായത് MBBS BDS അങ്ങനെ വരുന്ന മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് പ്രോഗ്രാംസ്. ഓക്കെ, BSc നഴ്സിംഗ്, ദെൻ ഒപ്റ്റോമെട്രി ഒക്കെ പോലുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ വരുന്ന ആ ഒരു റീജിയൻ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫാർമസി കോഴ്സസ്, പിന്നെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ, ഇന്ന് കറന്റ് ഒരുപാട് ഡിമാൻഡഡ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആൻഡ് മാത്തമെറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിലോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ദെൻ എന്താണ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന പ്രോഗ്രാംസ്. ഇങ്ങനെ ഓരോ മേഖലയിലും എന്തൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ഓക്കെ, സോ മെഡിക്കൽ എന്ന് പറയുന്ന ഒരു മേഖലയിലോട്ട് വരുന്ന സമയത്ത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ്, എസ്പെഷ്യലി MBBS BDS BSc നഴ്സിംഗിനെ സംബന്ധിച്ചിട്ട് സെൽഫ് ഫൈനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളും അതുകൂടാണ്ട് സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളുടെയും BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നു, അതായത് സ്റ്റേറ്റുകളും അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ആണെങ്കിൽ അവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് കൂടാതെ എന്താണ് എയിംസ് ജിപ്മർ ഒക്കെ പോലുള്ള സെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ BSc നഴ്സിംഗിന്റെ അഡ്മിഷനും അതുകൂടാണ്ട് MBBSന്റെയും BDSന്റെയും അഡ്മിഷന് വേണ്ടിയിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നീറ്റിന്റെ എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പൊ നീറ്റിന്റെ എക്സാമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഈ പറയുന്ന കോഴ്സുകളുടെ അഡ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സോ വൺസ് എന്ത് ചെയ്തു, നീറ്റിന്റെ എക്സാമിനേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതായത് സ്റ്റേറ്റുകളോട് സെപ്പറേറ്റും എന്ത് ചെയ്യണം, ഈ പറയുന്ന കോഴ്സുകൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതേ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിൽ MBBS BDS മാത്രമല്ല, MBBS BDS അത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, BAMS BSMS BHMS, ഇത് കൂടാണ്ട് നമ്മുടെ എന്താണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന UG പ്രോഗ്രാമുകൾ, അത് കൂടാണ്ട് വെറ്റിനറി യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന UG പ്രോഗ്രാമുകൾ. ഇപ്പൊ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് എങ്കിൽ BSc അഗ്രികൾച്ചർ വരുന്നുണ്ട്, ഫിഷറീസ് വരുന്നുണ്ട്, ദെൻ അതുകൂടാണ്ട് BBA കോർപ്പറേഷൻ ആൻഡ് മാനേജ്മെന്റ് വരുന്നുണ്ട്, ഇത് കൂടാണ്ട് നമുക്ക് BBSc വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കോഴ്സുകളും എന്താണ് കൗൺസിലിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കീം കൗൺസിലിംഗ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എനിഹോ അപ്പൊ ഇത്രയും കോഴ്സസിൽ നമുക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നീറ്റിന്റെ എക്സാമിനേഷൻ എഴുതണം എന്നതാണ് രത്ന ചുരുക്കം. ഓക്കെ, ഇനി നമ്മൾ മെഡിക്കൽ കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഡിക്കൽ അലൈഡ് കോഴ്സുകളും അത് കൂടാണ്ടുള്ള നഴ്സിംഗ് പ്രോഗ്രാമുകളിലോട്ട് വരുന്ന സമയത്ത് നഴ്സിംഗ് പ്രോഗ്രാം കേരളത്തിൽ കൗൺസിലിംഗ് നടത്തുന്നത് LBS ആണ്. ഞാൻ പറഞ്ഞ ഗവൺമെന്റ് കോളേജുകളുടെ കാര്യമാണ്. ഇത് കൂടാണ്ട് PNC മാക്കും ANCS FNCK എന്നൊക്കെ പറയുന്ന പ്രമുഖമായ സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലോട്ട് അഡ്മിഷൻ നടത്തുന്ന പ്രൈവറ്റ് ഏജൻസികളും കേരളത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ എയ്തർ എന്ത് ചെയ്യുക, LBS പോവുക, ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും എന്തുണ്ട്, ഏകദേശം ഒരു 90% ഓഫ് ദ പ്രൈവറ്റ് കോളേജുകളുടെയും നഴ്സിംഗിന്റെ അഡ്മിഷൻ കേരളത്തിൽ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LBS ത്രൂ തന്നെയാണ്. ഇനി ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ അസോസിയേഷൻസ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ BSc നഴ്സിംഗ് കേരളത്തിൽ നേടാനായിട്ട് സാധിക്കും. ഇനി ഇത് നമ്മൾ കേരളത്തിന് പുറത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തും സ്റ്റേറ്റ് ബേസ് ചെയ്തും കോളേജ് ബേസ് ചെയ്തും അഡ്മിഷൻ ക്രൈറ്റീരിയാസിൽ ഡിഫറൻസ് ഉണ്ട് BSc നഴ്സിംഗിന്റെ കാര്യത്തിൽ. ഓക്കെ, ഇനി നമ്മൾ അലൈഡ് ഹെൽത്ത് കോഴ്സുകളുടെ കാര്യത്തിലൂടെ വരുന്ന സമയത്തായാലും കേരളത്തിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ അലൈഡ് ഹെൽത്ത് കോഴ്സുകളും അവൈലബിൾ ആണ്. പക്ഷേ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എസ്പെഷ്യലി നമ്മൾ BSc പ്രോഗ്രാമുകൾ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ വളരെ കുറച്ച് സീറ്റ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഏകദേശം ഒരു 4-5 മെഡിക്കൽ കോളേജസിലൊക്കെ മാത്രമാണ് ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതേ കാര്യം നമ്മൾ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് എന്തുണ്ട്, കോളേജുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എന്താണ് BSc ഡയാലിസിസോ അല്ലെങ്കിൽ കാർഡിയാക് കെയർ ടെക്നോളജിയോ റെസ്പിറേറ്ററി ഒക്കെ പോലുള്ള കോഴ്സുകൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സീറ്റിന്റെ എണ്ണം കുറവാണ്. കോമൺ ആയിട്ട് നമുക്ക് എന്തുണ്ട്, MLT അതുകൂടാണ്ട് ഒപ്റ്റോമെട്രി ഒക്കെ പോലുള്ള കോഴ്സുകൾ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ എനിഹൗ കേരളത്തിൽ ഈ കോഴ്സുകൾക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ LBS തന്നെയാണ്. ഇത് കൂടാണ്ട് എന്തുണ്ട്, സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, ചില സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻസ് വഴിയും കേരളത്തിൽ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എസ്പെഷ്യലി നമ്മൾ മേജറായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സസ് നോക്കുകയാണെങ്കിൽ നമുക്ക് BSc MLT വരുന്നുണ്ട്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി വരുന്നുണ്ട്, റേഡിയോളജി വരുന്നുണ്ട്, റേഡിയോ തെറാപ്പി വരുന്നുണ്ട്, റേഡിയോഗ്രാഫി വരുന്നുണ്ട്, ഇമേജിംഗ് ടെക്നോളജി വരുന്നുണ്ട്, അത് കൂടാണ്ട് പിന്നെ BSc ഡയാലിസിസ് വരുന്നുണ്ട്,
ഒപ്റ്റോമെട്രി, കാർഡിയാക് കെയർ ടെക്നോളജി, കാർഡിയാക് പെർഫ്യൂഷൻ ടെക്നോളജി, റെസ്പിറേറ്ററി കെയർ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, അങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് നമുക്ക് എന്തുണ്ട് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, സോ അപ്പോൾ ഈ പറയുന്ന കോളേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് നല്ല മികച്ച ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കുക. അത് കൂടാണ്ട് ഈ ഒരു പ്രോഗ്രാം അംഗീകൃത യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലുള്ളതാണോ എന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഡിസ്റ്റന്റ് പ്രോഗ്രാമുകൾ എടുക്കാണ്ടിരിക്കുക, ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാം തന്നെ എടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ആഫ്റ്റർ ദ കോഴ്സ് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് പ്രോപ്പർലി നല്ല പിന്നെ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കൽ ബുദ്ധിമുട്ടാകും. ഈവൻ വിദേശത്തൊക്കെ പോയി വർക്ക് ചെയ്യുന്ന സമയത്തും പ്രോബ്ലംസ് ഫേസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ നോക്കുക, ഡയറക്റ്റ് കോഴ്സ് തന്നെ എടുക്കുക, ഡിസ്റ്റന്റ് എടുക്കാണ്ടിരിക്കുക. ഇനി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പോൾ ഈവൻ കേരളത്തിൽ നമുക്ക് അമൃതയുണ്ട്. അപ്പോൾ അമൃതയൊക്കെ പോലുള്ള മികച്ച ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ് എങ്കിൽ നമ്മൾ കേരളത്തിലുള്ള ചില ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അണ്ടറുള്ള കോളേജുകളെക്കാൾ നല്ലതാണ് അമൃത. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കോളേജുകൾ ചൂസ് ചെയ്താലും വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരാനായിട്ട് പോകുന്നില്ല. ഓക്കെ, നമ്മൾ മെഡിക്കൽ ആൻഡ് അലൈഡ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസിയാണ്. ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്. കറന്റ് നമുക്ക് ഫാർമസി മേഖലയിൽ 3 പ്രോഗ്രാമുകളാണ് ഉള്ളത്. ഒന്ന് ഡിപ്ലോമ ഫാർമസി, അത് കൂടാണ്ട് ബാച്ചിലർ ഓഫ് ഫാർമസി, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഓഫ് ഫാർമസി, അതായത് നമ്മുടെ 6 ഇയേഴ്സ് പ്രോഗ്രാം. സോ ഡിപ്ലോമ ഫാർമസിയെ സംബന്ധിച്ചിട്ട് 2 വർഷത്തെ പ്രോഗ്രാമാണ്. +2 സയൻസ് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഡിപ്ലോമ ഫാർമസി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ബാച്ചിലർ ഓഫ് ഫാർമസി കേരളത്തിൽ കീം ത്രൂ ആണ് അഡ്മിഷൻ എടുക്കുന്നത്. കേരളത്തിന് പുറത്ത് നമുക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. 4 ഇയേഴ്സ് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഡോക്ടർ ഫാർമസിയുടെ കാര്യത്തിലോട്ട് പോകുന്ന സമയത്ത് 6 ഇയേഴ്സ് ആണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 6 വർഷത്തെ കോഴ്സാണ്. സോ നമ്മളിപ്പോ ഇന്ത്യയിലുള്ള ഒരു സാധ്യത നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ഫാമും ഫാം ഡി ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വലിയ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞൊരു വേക്കൻസി നമ്മുടെ ഹോസ്പിറ്റൽസിൽ എങ്ങും തന്നെ അവൈലബിൾ അല്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത് ഡോക്ടറിന്റെ ഡ്യൂട്ടിയും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തികളുടെയും ബോഡി കപ്പാസിറ്റിയും അത് കൂടാണ്ട് അവരുടെ മെഡിസിനോടുള്ള അവരുടെ റിയാക്ഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു വേക്കൻസി ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസി ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ അവൈലബിൾ ആയിരിക്കും. അതായത് ആ ഹോസ്പിറ്റലിൽ ടോട്ടലായിട്ട് മേടിക്കുന്ന മെഡിസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഒരാളുണ്ട്. ഓക്കെ, അത് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസിയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും ഫാം ഡി എടുക്കുന്നത് എത്രത്തോളം ഉചിതമാണെന്ന് അറിയില്ല. ഇൻഡസ്ട്രിയിലൊക്കെ പോയി വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് അലൈഡ് ഹെൽത്ത് സയൻസ് റീജിയനിൽ ഡിപ്ലോമ പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്. അതിപ്പോൾ സയൻസ് പഠിച്ച സ്റ്റുഡൻസിന് മാത്രമല്ല പോസിബിലിറ്റി ഉള്ളത്, നോൺ സയൻസ് പഠിച്ച സ്റ്റുഡൻസിനും പോസിബിലിറ്റി ഉണ്ട്. ബട്ട് എനി ഹൗ സയൻസ് പഠിച്ച സ്റ്റുഡൻസിനും അത് ചൂസ് ചെയ്യാം. ഈവൻ നഴ്സിംഗിനാണെങ്കിൽ നമുക്ക് GNM അവൈലബിൾ ആണ്. അതുകൂടാണ്ട് എല്ലാ പാരാമെഡിക്കൽ കോഴ്സസിന്റെയും ഡിപ്ലോമ പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് എന്തുണ്ട്, നമുക്ക് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉണ്ട്. ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് ഒരു ലെവൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി, BASLP, BOT പോലുള്ള കോഴ്സുകളാണ്. ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPT, BASLP, BOT പോലുള്ള കോഴ്സുകളാണ്. കറന്റ് BPT അതുകൂടാണ്ട് BASLP, BOT പോലുള്ള കോഴ്സുകൾക്ക് വളരെ നല്ല ഡിമാൻഡാണുള്ളത്. ബിക്കോസ് നമുക്കിപ്പോൾ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഡേ ബൈ ഡേ കൂടുന്നുണ്ട്. അതുകൂടാണ്ട് തന്നെ സൗണ്ട് സ്പീച്ച് തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. അതിന് ഒക്കുപേഷണൽ തെറാപ്പിക്ക് വളരെ നല്ല ഡിമാൻഡ് പണ്ട് മുതലേ ഉണ്ട്. അവർ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും സെയിം ലെവലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കീപ്പ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ 3 പ്രോഗ്രാമുകൾക്ക് എന്തുണ്ട്, അത്യാവശ്യം നല്ല പോലെ തന്നെ എന്തുണ്ട് വേക്കൻസി ഇന്ന് കറന്റ്ലി അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന കോളേജുകൾ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. ഇല്ല എങ്കിൽ എന്ത് ചെയ്തില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ആഫ്റ്റർ ദ കോഴ്സ് ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാര്യം ക്ലിനിക്കൽ എക്സ്പ്ലോഷർ അത്യാവശ്യം നല്ല പോലെ വേണ്ട കോഴ്സസ് ആണ് ഞാൻ ഈ പറഞ്ഞ 3 കോഴ്സസും. എസ്പെഷ്യലി നിങ്ങൾ ഇത്തരം കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോഴ്സുകൾക്കെല്ലാം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഈവൻ റീഹാബിലിറ്റേഷൻ കൗൺസിലിന്റെ ഒക്കെ അടക്കമുള്ള അപ്രൂവൽസ് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കുക. ഇല്ലാണ്ട് ജസ്റ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവൽ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് UGCന്റെ അപ്രൂവൽ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം വെച്ചിട്ട് കോളേജുകൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക. പ്രോപ്പർ ആയിട്ടുള്ള അപ്രൂവൽസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുക. ഇല്ല എങ്കിൽ ആഫ്റ്റർ ദ കോഴ്സ് മേ ബി നിങ്ങൾക്ക് ഗവൺമെന്റ് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യൽ പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. ഓക്കെ, സോ ഇത് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്ക് അടുത്തുള്ള നല്ല ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ്. നമ്മുടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് ഇല്ലേ, ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, ദെൻ ജെനറ്റിക്സ്, BSc ജെനറ്റിക്സ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഞാൻ ജസ്റ്റ് ഒരു 3-4 എക്സാമ്പിൾസ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് നമുക്കിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്നത്, ഇപ്പം നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഇത്തരം പ്രോഗ്രാമുകൾ ചൂസ് ചെയ്യുന്നത് വളരെ നല്ല കരിയർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനായിട്ട് സാധിക്കും. വളരെ ബഡ്ജറ്റീവായിട്ട് തന്നെ മികച്ച കോളേജ്
കോളേജുകളിൽ നിങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്താണ് ഒരുപാട് എക്സ്പെൻസ് ഉള്ള പ്രൊഫഷണൽ കോഴ്സ് ഒന്നും എടുക്കാനായിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ഇല്ല, പക്ഷെ നല്ല ഒരു കരിയർ ഷേപ്പ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മൈക്രോബയോളജിയോ ബയോടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സസ് ചൂസ് ചെയ്യുന്നത് വളരെ മികച്ച ഒരു ചോയ്സ് തന്നെയായിരിക്കും. ഓക്കെ, ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ കറന്റ് നല്ല ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ BSc അഗ്രികൾച്ചർ നമ്മൾ ഒരു 3 or 4 ഇയേഴ്സ് മുമ്പ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റായിരുന്നു പ്രൈവറ്റ് സെക്ടറിൽ. കേരളത്തിൽ നമുക്ക് എന്താ പറയുക ഗവൺമെന്റ് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് സെക്ടറിൽ. തമിഴ്നാട്ടിൽ നമുക്ക് പ്രൈവറ്റ് കോളേജുകളുണ്ട്, പക്ഷേ തമിഴ്നാട്ടിൽ നമ്മളൊരു 3 or 4 ഇയേഴ്സ് മുന്നേ നോക്കുമ്പോൾ ഭയങ്കര ബഡ്ജറ്റായിരുന്നു, സാധാരണക്കാർക്ക് പഠിക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഒള്ളി നീറ്റ് എഴുതണം. നീറ്റിന്റെ മാർക്ക് നമ്മൾ കീമിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒള്ളി ത്രൂ കീം ആയിരിക്കും എന്ത് ചെയ്യുന്നത് കൗൺസിലിംഗ് നടക്കാനായിട്ട് പോകുന്നത്. എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരളയാണ് കൗൺസിലിംഗ് നടത്തുന്നത്. ഇനി കേരളത്തിന്റെ പുറത്തോട്ട് പോകുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റ് ബേസിലും എന്തുണ്ട് കണ്ടീഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. തമിഴ്നാടാണ് എങ്കിൽ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് എന്ത് കൊടുക്കണം ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ. ഇനി നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് നേരിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പോയി അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള കോളേജുകളുണ്ട്. വളരെ ബഡ്ജറ്റീവാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ കറന്റ് ടോട്ടൽ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫുഡ് എല്ലാം ചേർത്തിട്ട് ഏകദേശം ഒരു 10 lakhs BSc അഗ്രികൾച്ചർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കോളേജുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതായത് നമ്മുടെ ഒരു BSc നഴ്സിംഗിന്റെ ഫീസ് കൊണ്ട് BSc അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഗ്രികൾച്ചർ ഫീൽഡിൽ അതുപോലെ നല്ല അഭിരുചിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രോപ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് BSc അഗ്രികൾച്ചറോ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചറൊക്കെ പോലുള്ള കോഴ്സസ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സോ ഈ ഒരു മെഡിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ഒക്കെ കോഴ്സുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു +2 സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പിന്നെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അതായത് PCMB ഉള്ള വിദ്യാർത്ഥികളാണ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് മാത്തമാറ്റിക്സ് ഈ പറയുന്ന 4 കോഴ്സസ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളും എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാത്രമല്ല ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ റഫായിട്ട് പറയാം, എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചിട്ട് ഇന്ന് എല്ലാ ഫീൽഡിലും എന്ത് ചെയ്യുന്നുണ്ട് എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിപ്പോൾ ഈവൻ മെഡിക്കൽ ഫീൽഡിലായിക്കോട്ടെ, ഇനി കൺസ്ട്രക്ഷൻ മേഖലയിലോ കമ്മ്യൂണിക്കേഷൻ മേഖലയിലോ ഏത് മേഖല എടുത്താലും, ഈവൻ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ പോലും എന്തുണ്ട് ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ശരിയല്ല, ഈ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ലാപ്ടോപ്പിലും എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എൻ്റെ വേൾഡിന് എക്സിസ്റ്റൻസ് പോസിബിൾ അല്ല. കറന്റ്ലി എഞ്ചിനീയറിംഗ് അത്യാവശ്യം നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രോ ആയി വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഗ്രോ ആയി വരുന്നുണ്ട്, നല്ല സാധ്യതയുള്ളതാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 100% നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നല്ല പ്ലേസ്മെന്റ് ഒക്കെ കൊടുക്കുന്ന വളരെ നല്ല ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്തു ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി സപ്പോസ് നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഐഡിയ ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് എന്തുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അഭിരുചി പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കോഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. കാര്യം കറന്റ്ലി ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഗവൺമെന്റ് ജോലിക്ക് മാത്രം ആവശ്യകതയായ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു. നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പോകുന്ന സമയത്ത് എന്താണോ നിങ്ങളുടെ എബിലിറ്റി, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിനാണ് വാല്യൂ ഉള്ളത്. മനസ്സിലായി. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് MBA ഉണ്ട് അല്ലെങ്കിൽ MSc ഉണ്ട് PhD ഉണ്ട് എന്നൊന്നും കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യമില്ല. നിങ്ങൾ പഠിച്ച ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എത്രമാത്രം ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ആ ഫീൽഡിൽ പിന്നെ വിജയിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിരുചി പ്രോപ്പർലി മനസ്സിലാക്കി അതിന് അലയനാവുന്ന രീതിയിലുള്ള കോഴ്സസ് എന്ത് ചെയ്യുക നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനെ നല്ല കോഴ്സസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതാണെന്ന് കണ്ടെത്തുന്നതിനോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, സ്ക്രീനിൽ എൻ്റെ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. മികച്ച കോളേജുകളും മികച്ച കോഴ്സും നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.